ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മൾ നമ്മുടെ ടാബർനാക്കിൾ സ്റ്റഡി ഇവിടെ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. ചാപ്റ്റർ 14 നമ്മളിപ്പോൾ. ചാപ്റ്റർ 14 നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷയം edible portions of the offerings and sacrifices. മലയാളത്തിൽ യാഗങ്ങളുടെയും അഭിഷേകങ്ങളുടെയും യാഗങ്ങളുടെ ഭക്ഷിക്കുവാൻ കഴിയുന്ന ഭാഗങ്ങൾ, ഓരോ യാഗത്തിൻ്റെയും ഭക്ഷിക്കുവാൻ തക്കവണ്ണം അനുവാദമുള്ള ഭാഗങ്ങൾ എന്നതിനെ സംബന്ധിച്ചാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. യെസ്. ഓക്കെ, അപ്പം നമ്മൾ യാഗങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുമ്പം ഇസ്രായേൽ ജനങ്ങൾ ഡേ ഓഫ് അറ്റോൺമെന്റിന് ശേഷം, ഡേ ഓഫ് അറ്റോൺമെന്റ് അറിയാമല്ലോ, അതിന് ശേഷം കഴിക്കുന്ന ഓരോ യാഗങ്ങളുടെയും യാഗങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ പുരോഹിതന് മാത്രമേ അതിൽ പങ്കാളികളായി തീരുവാൻ സാധിക്കുകയുള്ളായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ്, സംഖ്യാപുസ്തകം 18 അധ്യായം 9 വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ വിധ യാഗങ്ങളെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് നമുക്ക് വായിക്കാം. സംഖ്യാപുസ്തകം 18:9. തീയിൽ ദഹിപ്പിക്കാത്തതായി അതിവിശുദ്ധ വസ്തുക്കളിൽ വെച്ച് ഇത് നിനക്കുള്ളതായിരിക്കണം. അവർ എനിക്കർപ്പിക്കുന്ന അവരുടെ എല്ലാ വഴിപാടും സകല ഭോജനയാഗവും സകല പാപയാഗവും സകല അകൃത്യയാഗവും അതിവിശുദ്ധമായി നിനക്കും നിന്റെ പുത്രന്മാർക്കും ഇരിക്കണം. അപ്പം ഇവിടെ വായിച്ചത് എന്താണ്? ഏതൊക്കെ യാഗങ്ങളെ കുറിച്ചാണ്? സകല ഭോജനയാഗവും സകല പാപയാഗവും സകല അകൃത്യയാഗവും. ഓക്കെ, അപ്പം ഈ 3 യാഗങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇതൊക്കെയും പുരോഹിതൻ എന്തായിരിക്കുന്നു എന്നാണ് പറയുന്നത്? അതിവിശുദ്ധ വസ്തുക്കളിൽ വെച്ച് ഇത് നിനക്കുള്ളതായിരിക്കണം. ഓക്കെ, അപ്പം അവിടെ പറയുന്നത് തീയാൽ ദഹിപ്പിക്കാത്തതായിരിക്കുന്ന അത് നിങ്ങൾക്ക് പുരോഹിതനുള്ളതാണ് എന്നാണ് അവിടെ പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ മുമ്പ് ഈ യാഗങ്ങളെ കുറിച്ച് പഠിച്ചപ്പോൾ അവിടെ യാഗത്തിന്റെ ഒരു അംശം, ഒരു ഭാഗം പുരോഹിതന്മാർക്ക് ഭക്ഷിക്കാനായി മാറ്റിവെക്കുന്നുവെന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. അപ്പം ആ ഒരു ആശയത്തെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് വിഷയമായി ചിന്തിക്കുന്നത്. അപ്പം ഇവിടെ 3 യാഗങ്ങളെ എടുത്തു പറയുന്നു. അത് ഒന്നാമത്തേത് മീൽ ഓഫറിങ്, എന്താണ് മലയാളം? ഭോജനയാഗം. രണ്ടാമത്തേത് പാപയാഗം അല്ലെ, സിൻ ഓഫറിങ്. മൂന്നാമത്തേതാണ് അതിക്രമയാഗം. അതിക്രമം അല്ലെങ്കിൽ അകൃത്യ യാഗം, ട്രസ്പാസ് ഓഫറിങ് എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ. അപ്പം ഇവിടെ എന്താണ് പറയുന്നത്? അത് പുരോഹിതന് അതിനൊരു അംശം ഉണ്ടെന്നുള്ളതാണ്. അത് തീയാൽ ദഹിപ്പിക്കാത്ത അംശം ഈ പുരോഹിതനുള്ളതാണെന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഇത് വായിക്കുമ്പോൾ ഇത് ആർക്ക് വേണ്ടി കഴിക്കുന്ന യാഗമാണ്? ഇത് ഇസ്രായേൽ ജനത്തിന് വേണ്ടി കഴിക്കുന്ന യാഗത്തെ സംബന്ധിച്ചാണ് ഇങ്ങനെ പറയുന്നത്. പക്ഷെ ഇതേ യാഗത്തെ സംബന്ധിച്ച് നമ്മൾ പുരോഹിതന്റെ ഉപയോഗത്തിനായി യാഗം അർപ്പിക്കുമ്പോൾ അവിടെ പുരോഹിതന് അതിൽ കഴിക്കാനായി ഒന്നും ബാക്കിയില്ല. ആ യാഗം മുഴുവനായി യാഗപീഠത്തിൽ എരിഞ്ഞു തീരുകയാണ് ചെയ്യുന്നത്. അപ്പം വ്യത്യാസം ഇവിടെ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം ജനത്തിന് വേണ്ടി കഴിക്കുമ്പോൾ അതിൽ ആ യാഗം മുഴുവനായി എരിഞ്ഞു തീരുന്നില്ല, അതിലൊരു അംശം പുരോഹിതന് ഭക്ഷിക്കാനായി ലഭിക്കുന്നു. പക്ഷേ ഇതേ യാഗം, ഏത് മീൽ ഓഫറിങ്, സിൻ ഓഫറിങ്, ട്രസ്പാസ് ഓഫറിങ്, ഇതേ യാഗങ്ങൾ അത് പുരോഹിതന് വേണ്ടി കഴിക്കുമ്പോൾ, ഇവിടെ ജനത്തിന് വേണ്ടിയല്ല, പുരോഹിതന്റെ ഉപയോഗത്തിനായി കഴിക്കുമ്പോൾ അത് മുഴുവനായി എരിഞ്ഞു തീരുകയാണ് ചെയ്യുന്നത്.
അപ്പം 1 by 1 നമുക്കിത് ചിന്തിക്കാം. അപ്പം മീൽ ഓഫറിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഈ മീൽ ഓഫറിങ് ജനത്തിനായി ആണെങ്കിൽ അതൊരു അംശം, അതിലൊരംശം പുരോഹിതനായുണ്ട്. പക്ഷേ പുരോഹിതന് വേണ്ടിയാണ് കഴിക്കുന്നുവെങ്കിൽ അത് മുഴുവനായിട്ട് എരിഞ്ഞു തീരണം. ലേവ്യർ 6-ാം അധ്യായം 23-ാം വാക്യം. ലേവ്യർ 6:23. പുരോഹിതന്റെ ഭോജനയാഗം മുഴുവനും ദഹിപ്പിക്കണം, അത് തിന്നരുത്. ഇനി രണ്ടാമത്തെ യാഗം ഏതാണ്? പാപയാഗം. പാപയാഗം ഇതേപോലെ തന്നെ ഇസ്രായേൽ ജനത്തിന് വേണ്ടി കഴിക്കുമ്പോൾ അതിൽ ഒരംശം ആർക്കാണുള്ളത്? പുരോഹിതനുണ്ട്. പക്ഷെ ഇതേ പാപയാഗം അത് ആ പാപയാഗത്തിന്റെ രക്തം അത് ഈ ടാബർനാക്കിളിനുള്ളിലേക്ക് കൊണ്ടുവരികയോ എന്ന് പറഞ്ഞാൽ ടാബർനാക്കിളിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അത് ഇൻസെൻസ് ഓൾട്ടറിന്റെ കൊമ്പുകളിൽ തളിക്കുവാനായി കൊണ്ടുവരികയോ അല്ലെങ്കിൽ അതിവിശുദ്ധത്തിൽ കൊണ്ടുപോയി അത് മേഴ്സി സീറ്റിന് മുകളിലോ ചുറ്റുമോ തളിക്കുന്നുവെങ്കിൽ, അപ്പൊ അതാണ് കണ്ടീഷൻ ഇവിടെ. ഈ വിധത്തിൽ ആ പാപയാഗത്തിന്റെ രക്തം ഉപയോഗിക്കുന്നുവെങ്കിൽ ഇങ്ങനെ തളിച്ചതിന് ശേഷം ഈ പാപയാഗത്തിന്റെ ഉൾഭാഗങ്ങൾ ഈ ബലിപീഠത്തിന്മേൽ വെച്ച് ദഹിപ്പിച്ചതിന് ശേഷം ബാക്കി എന്ത് ചെയ്യണം? ബാക്കി വെളിയിൽ കൊണ്ടുപോകണം, അത് കത്തിച്ച് തീർക്കണം എന്നുള്ളതാണ്. അപ്പം ആ പാളയത്തിന് വെളിയിൽ കൊണ്ടുപോയാണ് അത് കത്തിച്ച് തീർക്കുന്നത്. അപ്പം ഇവിടെയും പുരോഹിതന് ഭക്ഷിക്കാനായി ബാക്കി ഒന്നുമില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്, അല്ലെ? അപ്പം ജനത്തിന് വേണ്ടി കഴിക്കുമ്പോൾ അവിടെ പുരോഹിതന് ഒരു അംശമുണ്ട്. പക്ഷേ ഈ ഉപയോഗത്തിന് വേണ്ടി പാപയാഗം കഴിക്കുമ്പോൾ അതിൻ്റെ രക്തം ഈ നിലയിൽ ഇൻസെൻസ് ഓൾട്ടറിന്റെ കൊമ്പിനെ അഭിഷേകം ചെയ്യുവാനും മേഴ്സി സീറ്റിനെ അഭിഷേകം ചെയ്യുവാനും ഉപയോഗിക്കുന്നുവെങ്കിൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ബലിയാഗം, ഈ ബലിമൃഗം അത് ഒരംശത്തിൽ അത് യാഗപീഠത്തിന്മേൽ എരിഞ്ഞു തീരുകയും ബാക്കിയെല്ലാം കോട്ടിന് വെളിയിൽ അത് എരിഞ്ഞു തീരുകയും ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ യാഗം എന്താണ്? അകൃത്യയാഗം. അതിനു മുമ്പേ നമുക്ക് രണ്ടാമത്തെ യാഗത്തെ സംബന്ധിച്ച് വാക്യം വായിക്കാം. ലേവ്യർ 4:11, 12, 21. ലേവ്യർ 4:11, 12. കാളയുടെ തോലും മാംസം മുഴുവനും തലയും കാലുകളും കുടലും ചാണകവുമായി കാളയം മുഴുവനും അവൻ പാളയത്തിന് പുറത്ത് വെണ്ണീറിടുന്ന വെടുപ്പുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വിറകിന്മേൽ തീയിട്ട് ചുട്ടുകളയണം. വെണ്ണീർ ഇടുന്നിടത്ത് വെച്ച് തന്നെ അത് ചുട്ടുകളയണം. 21. പിന്നെ അവൻ കാളയെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി മുൻപിലത്തെ കാളയെ ചുട്ടുകളഞ്ഞതുപോലെ ഇതിനെയും ചുട്ടുകളയണം. ഇത് സഭയ്ക്ക് വേണ്ടിയുള്ള പാപയാഗം. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് അതിനെ സംബന്ധിച്ച് വായിക്കാൻ സാധിക്കുന്നത്. ഇനിയും മൂന്നാമത്തെ യാഗം അകൃത്യയാഗം. അത് ഇതേപോലെ തന്നെ ജനത്തിനു വേണ്ടി, ഇസ്രായേൽ ജനത്തിനു വേണ്ടി കഴിക്കുമ്പോൾ അതിലൊരംശം പുരോഹിതനായുണ്ട്. പക്ഷേ ഇതേ അതിക്രമയാഗം അല്ലെങ്കിൽ അകൃത്യയാഗം അത് ഈ മാവ് കൊണ്ട് കഴിക്കുന്നതാണെങ്കിൽ അവിടെ ഫൈൻ ഫ്ലവർ എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഫൈൻ ഫ്ലവർ എങ്ങനെയാണ് ട്രസ്പാസ് ഓഫറിംഗ് ആയി കഴിക്കുന്നത്? അത് ഓയിൽ ഇല്ലാതെയും അത് ഫ്രാങ്കിൻസെൻസ് കൂടാതെയുമാണ് ഈ ട്രസ്പാസ് ഓഫറിംഗ് കഴിക്കുന്നത്. അപ്പം ഈ കഴിക്കുന്ന യാഗം അത് ഈ വിധത്തിൽ ഈ ഫൈൻ ഫ്ലവർ കൊണ്ട് കഴിക്കുന്നതാണെങ്കിൽ ഈ യാഗപീഠത്തിന്മേൽ എരിഞ്ഞു തീരാത്തതിൻ്റെ ബാക്കിയെല്ലാം എന്ത് ചെയ്യണം? പുരോഹിതന് ഈ ഒരു മീൽ ഓഫറിംഗ് ആയി ബാക്കി വെക്കുന്നു എന്നുള്ളതാണ് വായിക്കാൻ സാധിക്കുന്നത്. ലേവ്യർ 5-ാം അധ്യായം 11, 12 വാക്യങ്ങൾ. 5:11-12. 2 കുറുപ്രാവിനെയോ 2 പ്രാവിൻ കുഞ്ഞിനെയോ അവന് വകയില്ലെങ്കിൽ പാപം ചെയ്തവൻ പാപയാഗത്തിനു ഒരിടങ്ങഴി നേരിയ മാവ് വഴിപാടായി കൊണ്ടുവരണം. അത് പാപയാഗമാകൊണ്ട് അതിന്മേൽ എണ്ണ ഒഴിക്കരുത്, കുന്തിരിക്കം ഇടുകയും അരുത്. അവൻ അത് പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ നിവേദ്യമായി അതിൽ നിന്ന് കൈ നിറച്ചെടുത്ത്
യാഗപീഠത്തിന്മേൽ യഹോവയ്ക്കുള്ള ദഹനയാഗങ്ങളെ പോലെ ദഹിപ്പിക്കണം. ഇത് പാപയാഗം. അപ്പൊ നമ്മളിപ്പോൾ ചിന്തിച്ചത് ജനത്തിനു വേണ്ടി കഴിക്കുന്ന യാഗങ്ങളെ സംബന്ധിച്ചാണ്. അത് പ്രത്യേകിച്ച് ഈ പാപപരിഹാര ദിവസത്തിന് ശേഷം കഴിക്കുന്ന യാഗത്തെ സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിച്ചത്. For meal offering, nothing should be saved. No, I have a question. So the thing is, all these offerings are done after the Atonement Day, right? Yes. അപ്പം ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പീസ് ഓഫറിങ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടെയും ജനത്തിനു വേണ്ടി പീസ് ഓഫറിങ് കഴിക്കുമ്പോൾ അതിലും പുരോഹിതൻ ഒരു അംശമുണ്ട്. ഈ ഒരു വസ്തുത നമുക്ക് കുറച്ചും കൂടെ മനസ്സിൽ പെട്ടെന്ന് ഓർക്കേണ്ട ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ പീസ് ഓഫറിങ്ങിനെ കുറിച്ച് നമ്മൾ കുറച്ച് മുമ്പാണ് പഠിച്ചത് അല്ലേ. അപ്പം പീസ് ഓഫറിങ്ങിൽ രണ്ട് ഭാഗങ്ങളുണ്ട് അല്ലേ. ഒന്ന് ഹീവ് ഓഫറിങ്, പിന്നെ വെയ്വ് ഓഫറിങ്. അപ്പം ഈ രണ്ട് ഓഫറിങ്ങിലും അതിൽ ഓരോ വസ്തുത പുരോഹിതനായി മാറ്റി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഹീവ് ഓഫറിങ് എന്ന് പറയുമ്പോൾ അത് ഈ യാഗമൃഗത്തിൻ്റെ റൈറ്റ് ഷോൾഡർ ആണ് പുരോഹിതനായി മാറ്റിവെക്കുന്നത്. അത് ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ലേവ്യർ 7-ാം അധ്യായം 32 മുതൽ 34 വരെ വായിക്കുന്നില്ല. പിന്നെ വെയ്വ് ഓഫറിങ് ആണെങ്കിൽ അത് ഈ മൃഗത്തിൻ്റെ നെഞ്ച്, ബ്രസ്റ്റ് പീസാണ് ഇവിടെ പുരോഹിതനായിട്ട് മാറ്റിവെക്കുന്നത്. ലേവ്യർ 7 തന്നെ 30, 31, 34 ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങൾ. അപ്പം അപ്പം ഏകദേശം എല്ലാ യാഗങ്ങളും നമ്മളിവിടെ കവർ ചെയ്തു അല്ലേ. മീൽ ഓഫറിങ്, സിൻ ഓഫറിങ്, ട്രസ്പാസ് ഓഫറിങ്, പീസ് ഓഫറിങ്. അപ്പം ഇതിലൊക്കെയും പുരോഹിതന് ഇവിടെ ജനത്തിന് വേണ്ടി കഴിക്കുമ്പോൾ പുരോഹിതന് അതിലൊരു അംശമുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇനിയും നമ്മൾ ചിന്തിക്കുന്നത് ഇത് ഇങ്ങനെ പുരോഹിതനായി മാറ്റിവെക്കുന്ന ഈ ഒരു യാഗത്തിന്റെ അംശം എവിടെയാണ് അത് കൊണ്ടുപോയി കഴിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണിത് കഴിക്കുന്നത് എന്നുള്ളൊരു ആശയം. അത് കൂടുതലും എവിടെ വെച്ചാണിത് അവർ കഴിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു വസ്തുതയെ സംബന്ധിച്ച് ഈ ഒരു ചോദ്യം, അതിന് നമുക്ക് വളരെ ക്ലിയർ ആയിരിക്കുന്ന ഒരു ആൻസർ ഇല്ല എന്നുള്ളതാണ് വസ്തുത. കുറച്ച് ഡിബേറ്റബിൾ ആയിരിക്കുന്ന ഒരു വസ്തുതയാണ് ഇത്, എവിടെ വെച്ചാണ് പുരോഹിതൻ ഇത് കഴിക്കുന്നത് എന്നുള്ളത്. എന്തുകൊണ്ടെന്ന് നമുക്ക് ഇപ്പോൾ കാണാം. KJV, കിങ് ജെയിംസ് വേർഷൻ നോക്കുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന 4 വാക്യങ്ങൾ, ലേവ്യർ 6-ാം അധ്യായം 16-ാം വാക്യം, അവിടെ നിന്ന് തുടങ്ങാം. 6-ന്റെ-16 വാക്യം വായിക്കാം. ലേവ്യർ 6-ന്റെ-16. അതിന്റെ ശേഷിപ്പ് അഹ്റോനും പുത്രന്മാരും തിന്നേണം. ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് അത് പുളിപ്പില്ലാത്തതായി തിന്നേണം. സമാഗമന കൂടാരത്തിന്റെ പ്രകാരത്തിൽ വെച്ച് അത് തിന്നേണം. ഓക്കെ, അപ്പം ഇവിടെ എവിടെ വെച്ച് തിന്നണമെന്നാണ് പറയുന്നത്? സമാഗമന കൂടാരത്തിന്റെ പ്രകാരത്തിൽ വെച്ച്. ഓക്കെ, അപ്പം ഇംഗ്ലീഷിൽ അതേതാണ്, ഏത് പ്ലേസ് ആണ്? അപ്പം ഇംഗ്ലീഷിൽ അത് ഇൻ ദ ഹോളി പ്ലേസ്, പിന്നെ സെമി കോളൻ കൊടുത്തിട്ട് ഇൻ ദ കോർട്ട് ഓഫ് ദ ടാബർനാക്കിൾ ദേ ഷാൽ ഈറ്റ് ഇറ്റ് എന്നാണ് പറയുന്നത്. അപ്പം ഇൻ ദ ഹോളി പ്ലേസ്, പിന്നെ പറയുന്നത് ഇൻ ദ കോർട്ട് എന്നും പറയുന്നു. ഇനിയും ലേവ്യർ 6-ാം അധ്യായത്തിന്റെ തന്നെ 26-ാം വാക്യം വായിക്കാം. ലേവ്യർ 6-ന്റെ-26. പാപത്തിനു വേണ്ടി അത് അർപ്പിക്കുന്ന പുരോഹിതൻ അത് തിന്നേണം. സമാഗമന കൂടാരത്തിന്റെ പ്രാകാരത്തിൽ ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് അത് തിന്നേണം. സമാഗമന കൂടാരത്തിന്റെ പ്രാകാരത്തിൽ ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് അത് തിന്നേണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇംഗ്ലീഷിൽ പറയുന്നത് ഇൻ ദ ഹോളി പ്ലേസ് shall it be eaten in the court of the tabernacle of the congregation. ഇനിയും ലേവ്യർ 7-ാം അധ്യായം 6-ാം വാക്യം.
ലേവ്യർ 7:6. പുരോഹിത കുലത്തിലെ ആണുങ്ങളൊക്കെയും അത് തിന്നേണം. ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് അത് തിന്നേണം. അത് അതിവിശുദ്ധം. ഇവിടെ ഇംഗ്ലീഷിൽ പറയുന്നത് ഇറ്റ് ഷാൽ ബി ഈറ്റൻ ഇൻ ദ ഹോളി പ്ലേസ് എന്നുള്ളതാണ്. അപ്പം ഇവിടെ തന്നെ ഈ 3 വാക്യങ്ങൾ, ലേവ്യർ എന്ന് വായിച്ച വാക്യങ്ങളിൽ അതിൽ 2 ഒരേ ആശയം വരുന്നതും മൂന്നാമത്തേത് ഒരു കുറച്ച് വ്യത്യാസമുള്ളതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും, അല്ലെ? അപ്പം ഇംഗ്ലീഷിൽ പ്രത്യേകിച്ച് അവിടെ ഓരോ വാക്യത്തിൽ തന്നെയും 2 സ്ഥലത്ത് വെച്ച് ഇത് കഴിക്കാമെന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നതായി നമുക്ക് തോന്നും. എന്ന് പറഞ്ഞാൽ ഇൻ ദ ഹോളി പ്ലേസ് ഒരു പക്ഷെ അത് ഹോളിയാണോ എന്നുള്ളതാണ്. കോർട്ടിനുള്ളിലേക്ക് കടക്കുമ്പോഴുള്ള ഹോളി റൂമിനെ കുറിച്ചാണോ പറയുന്നത്, അതോ ഇവിടെ അതിനുശേഷം പറയുന്നു ഇൻ ദ കോർട്ട് എന്നും കൂടെ. അപ്പം ഹോളിയാണോ കോർട്ടാണോ? പിന്നെ ഇവിടെ അവസാനം വായിച്ചത് വാക്യത്തിൽ അവിടെ ഹോളി പ്ലേസ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇനിയും 4ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. നമ്പേഴ്സ്, സംഖ്യാപുസ്തകം 18-ാം അധ്യായം 9, 10 വാക്യങ്ങൾ. സംഖ്യാപുസ്തകം 18:9-10. തീയിൽ ദഹിപ്പിക്കാത്തതായി അതിവിശുദ്ധ വസ്തുക്കളിൽ വെച്ച് ഇത് നിനക്കുള്ളതായിരിക്കണം. അവർ എനിക്ക് അർപ്പിക്കുന്ന അവരുടെ എല്ലാ വഴിപാടും സകല ഭോജനയാഗവും സകല പാപയാഗവും സകല അകൃത്യയാഗവും അതിവിശുദ്ധമായി നിനക്കും നിന്റെ പുത്രന്മാർക്കും ഇരിക്കണം. അതിവിശുദ്ധ വസ്തുവായിട്ട് അത് ഭക്ഷിക്കണം. ആണുങ്ങളെല്ലാം അത് ഭക്ഷിക്കണം. അത് നിനക്ക് വേണ്ടി വിശുദ്ധമായിരിക്കണം. അപ്പം ഇവിടെ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഇവിടെ പറയുന്നത് ഇൻ ദ മോസ്റ്റ് ഹോളി ഷാൽ ദൗ ഈറ്റ് ഇറ്റ് എന്നുള്ളതാണ്. അപ്പം ഇവിടെ പറയുന്നത് ഇൻ ദ മോസ്റ്റ് ഹോളി ഷാൽ ദൗ ഈറ്റ് ഇറ്റ് എന്നുള്ളതാണ്. അപ്പം ഇവിടെ മറ്റൊരു സ്ഥലമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ഒരു പക്ഷേ തോന്നും. അപ്പം ഇതുകൊണ്ടാണ് മലയാളം വായിക്കുമ്പോൾ അവിടെ ശരിക്കും ആ ഒരു കറക്റ്റ് ആശയമാണ് വരുന്നത്. അതിലേക്കാണ് നമ്മളിപ്പോൾ ചിന്തിച്ചു വരുന്നത്. അപ്പം ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അവിടെ ആ ഒരു ഡിബേറ്റബിൾ ആയിരിക്കുന്ന ഇൻകൺസിസ്റ്റൻസി, ആ ഒരു കോറിലേഷൻ വരാത്ത രീതിയിൽ, എഗ്രിയബിൾ അല്ലാത്ത രീതിയിലുള്ള ഒരു അക്കൗണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഇത് കിങ് ജെയിംസ് വേർഷൻ മാത്രമല്ല, പക്ഷേ മറ്റ് ട്രാൻസ്ലേഷൻസും വേർഷൻസും നോക്കുമ്പോൾ ഇതേ ആശയങ്ങൾ തന്നെയാണ് അവിടെയും സപ്പോർട്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ റിവൈസ് സ്റ്റാൻഡേർഡ് വേർഷൻ, ദ ഡുവേ, ലീസർ, ജൂയിഷ് പബ്ലിക്കേഷൻ സൊസൈറ്റി, ഇതൊക്കെയും നോക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ചിന്തിച്ച ആശയങ്ങൾ തന്നെയാണ് അവിടെയും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ മോഫറ്റിൻ്റെ ട്രാൻസ്ലേഷൻ അവിടെ instead of the most holy place, നമ്പേഴ്സ് 18-ാം അധ്യായത്തിൽ the most holy place എന്നതിന് പകരം മോഫറ്റിൽ കൊടുത്തിരിക്കുന്നത് a sacred place എന്നുള്ളതാണ്. ഇവിടെ മലയാളത്തിൽ വിശുദ്ധ സ്ഥലം എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം മോഫറ്റിലാണ് a sacred place എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ എ സേക്രഡ് പ്ലേസ് എന്നുള്ള ആ ഒരു ആശയം കറക്റ്റ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, അങ്ങനെ വരുമ്പോൾ കുറേയൊക്കെ ഇതിൻ്റെ കോൺട്രഡിക്ഷൻസ് ഇവിടെ നമുക്ക് മാറിക്കിട്ടും. ഈ ലേവ്യറുടെ വാക്കുകളിൽ നിന്നും നമ്പേഴ്സുമായുള്ള ആ ഒരു കോൺട്രഡിക്ഷൻ നമുക്ക് ഇവിടെ മാറിക്കിട്ടും. ഇനിയും ബ്രദർ റസൽ നമ്പേഴ്സ് സംഖ്യാപുസ്തകം 18-ാം അധ്യായം 10-ാം വാക്യത്തെക്കുറിച്ച് കമൻ്റ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അത് ബ്രദർ റസൽ ഈ വാക്യത്തെ സംബന്ധിച്ച് എഴുതുമ്പോൾ അത് സ്ട്രിക്ട്ലി ഈ ഒരേ ഒരു വാക്യത്തെ സംബന്ധിച്ച് അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എഴുതിയത്. അതും ഈ കിങ് ജെയിംസ് വേർഷൻ്റെ ട്രാൻസ്ലേഷനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ബ്രദർ റസൽ സംഖ്യാപുസ്തകം 18-ാം അധ്യായം 10-ാം വാക്യത്തെ സംബന്ധിച്ച് കമൻ്റ് എഴുതിയത്. അത് ടാബർനാക്കിൾ ബുക്കിൻ്റെ 91-ാം പേജിലാണ് എഴുതിയിരിക്കുന്നത്. ബ്രദർ റസൽ പറയുന്നത്, again, whenever an Israelite offered a sin offering unto the priest,
after the Day of Atonement sacrifices were over, they all ate it in the most holy. അപ്പം ഇവിടെ പറയുന്നത് ഇസ്രായേൽ ജനം ഈ ഒരു പാപയാഗത്തെ കഴിക്കുമ്പോൾ അത് ഡേ ഓഫ് അറ്റോൺമെന്റിന് ശേഷമാണെങ്കിൽ പുരോഹിതൻ അതിന്റെ ഒരു അംശം ഈ മോസ്റ്റ് ഹോളിയിൽ അതിവിശുദ്ധത്തിൽ അതിനെ കഴിക്കുന്നു എന്നുള്ളതാണ് ബ്രദർ റസൽ എഴുതുന്നത്. നമ്പേഴ്സ് 18:10 ഇവിടെ കോട്ട് ചെയ്യുന്നു ബ്രദർ റസൽ. സോ വിത്ത് ദി ആന്റൈ ടൈപ്പ്, ഇനിയും അതിന്റെ ആന്റൈ ടൈപ്പിലേക്കാണ് ബ്രദർ റസൽ വരുന്നത്. After the present day of atonement is over, the royal priesthood will be in the most holy or perfect spiritual condition. അപ്പം ബ്രദർ റസലിന്റെ ആന്റൈ ടൈപ്പിലേക്ക് വരുമ്പോൾ പറയുന്നത് ഇപ്പോഴത്തെ ഈ സുവിശേഷ യുഗമായിരിക്കുന്ന ഡേ ഓഫ് അറ്റോൺമെന്റ് കഴിയുമ്പോൾ അതിന്റെ പൂർത്തീകരണത്തിൽ ഈ രാജകീയ പുരോഹിത വർഗം എവിടെയായിരിക്കും? അവര് മോസ്റ്റ് ഹോളി കണ്ടീഷനിലായിരിക്കും. മോസ്റ്റ് ഹോളി അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്പിരിച്വൽ കണ്ടീഷനിലായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് there will accept or eat the sacrifices for sin brought by the world for their own transgressions, not for original or Adamic sin, which was cancelled on the Day of Atonement. അപ്പം ഈ ഒരു സുവിശേഷ യുഗമായിരിക്കുന്ന പാപപരിഹാര ദിവസം കഴിഞ്ഞതിന് ശേഷം ആ ഒരു രാജകീയ പുരോഹിത വർഗം മോസ്റ്റ് ഹോളി കണ്ടീഷനിലായിരിക്കുമ്പോൾ അവിടെ ഈ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടിരിക്കുന്ന ജനം ഈ ലോകത്തിന്റെ ജനമൊക്കെയും ഈ രാജകീയ പുരോഹിത വർഗത്തിന് മുമ്പാകെ അവരുടെ സ്വന്തം പാപത്തിന് വേണ്ടി കൊണ്ടുവരുന്ന ഈ യാഗം, പാപയാഗം, അതിനെ അവിടെ ഈ പുരോഹിത വർഗം, രാജകീയ പുരോഹിത വർഗം അവരെ ഈ യാഗത്തെ അംഗീകരിക്കും, അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പം ഈ ദൈവത്തിന്റെ സഹസ്രാബ്ദത്തിൽ ഈ ജനമൊക്കെയും കൊണ്ടുവരുന്ന യാഗം എന്ന് പറയുന്നത് അത് ഈ ആദാമിക പാപത്തിന്റെ പരിഹാരമായിരിക്കുന്ന യാഗമല്ല. അത് ഓൾറെഡി ഈ ഡേ ഓഫ് അറ്റോൺമെന്റിന്റെ യാഗം കൊണ്ട് അത് മാറിപ്പോയി. പക്ഷേ ജനം, ഈ ലോകത്തിന്റെ ജനം കൊണ്ടുവരുന്ന യാഗം അവരുടെ സ്വന്തം പാപത്തിന്റെ പരിഹാരമായിരിക്കുന്ന യാഗമാണ് കൊണ്ടുവരുന്നത്. So in that perfect spiritual condition, the priesthood will instruct in every matter as presented in the decisions and answers given to Israel by the Urim and Thummim. അപ്പം ആ ഒരു പെർഫെക്റ്റ് സ്പിരിച്വൽ കണ്ടീഷനിലായിരിക്കുന്ന ഈ രാജകീയ പുരോഹിത വർഗം അവർ ഈ ലോകത്തിന്റെ ജനങ്ങളെ സകല കാര്യത്തിലും അവർ ഇൻസ്ട്രക്ട് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അത് ഈ നിഴലിൽ നമുക്ക് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്? അത് ഉറീമും തുമ്മീമും ഇസ്രായേലിന് കൊടുത്ത ആ ഒരു ആൻസേഴ്സ് ആണ് അതിന് നിഴലായിരിക്കുന്നത്. അപ്പം ഇതാണ് ബ്രദർ റസൽ എഴുതിയത്, അല്ലെ? ബ്രദർ റസൽ പറയുന്നത് ഈ ഒരു മോസ്റ്റ് ഹോളിയിലാണ് പുരോഹിതൻ ഇതിനെ കഴിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ബ്രദർ റസൽ ഇങ്ങനെ എഴുതുന്നത്. ഇനിയും ആന്റൺ ഫ്രൈയുടെ കമന്റിലേക്ക് തിരിച്ചു വരാം. ആന്റൺ ഫ്രൈ പറയുന്നത് എന്താണ് ഇവിടെ? surely this thought is the most beautiful one, yet in accepting it we must ignore completely Leviticus chapter 6 and chapter 7. അപ്പം ഇവിടെ ബ്രദർ ആന്റൺ ഫ്രൈ പറയുന്നത് ഈ ഒരു ആശയം, ഈ ഒരു ആത്മീയമായിരിക്കുന്ന പിക്ചർ എന്ന് പറയുമ്പോൾ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കുന്ന ഒന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ പിക്ചറുമായി നല്ലപോലെ യോജിക്കുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ നമ്മൾ അതിനെ ആ ഒരു ഇന്റർപ്രിട്ടേഷനായി അംഗീകരിക്കുകയാണെങ്കിൽ നമുക്ക് ലേവ്യർ 6-ാം അധ്യായത്തിൽ നിന്ന് വായിച്ച വാക്യവും ലേവ്യർ 7-ാം അധ്യായത്തിൽ നിന്ന് വായിച്ച വാക്യവും നമുക്ക് ഇഗ്നോർ ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ അവിടെ മോസ്റ്റ് ഹോളിയെ കുറിച്ചല്ല പറയുന്നത്, അല്ലെ? എന്താണ് അവിടെ പറയുന്നത്? ഹോളി അല്ലെങ്കിൽ കോർട്ട് എന്നുള്ളതാണ് പറയുന്നത്, അല്ലെ? അപ്പം were it not for the fact that in Leviticus chapter 6 and the words in the holy place are followed with the most emphatic
in the court of the tabernacle of the congregation, we might quite reasonably assume that the word most had inadvertently been deleted. അപ്പം ഇവിടെ പറയുന്നത് ഒരുപക്ഷെ ലേവ്യർ 6-ാം അധ്യായത്തിൽ വായിച്ച വാക്യങ്ങളിൽ അവിടെ എന്താണ് പറയുന്നത്, ഒരു വിശുദ്ധ സ്ഥലത്തിൽ വെച്ചെന്നുള്ളതാണ് അവിടെ മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ ഇൻ ദ ഹോളി പ്ലേസ് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ആശയം പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ അതിന് തൊട്ടപ്പുറേ പറയുന്നത് എന്താണ്, ഇൻ ദ കോർട്ട് ഓഫ് ദ ടാബർനാക്കിൾ ഓഫ് ദ കോൺഗ്രിഗേഷൻ എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാമായിരുന്നു ഇത് ഒരു ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ആണ്. മോസ്റ്റ് എന്നുള്ള വാക്ക് ഹോളിക്ക് മുമ്പ് അവര് എക്സ്ക്ലൂഡ് ചെയ്തതാണെന്ന് നമുക്ക് ഒരു പക്ഷെ ചിന്തിക്കാമായിരുന്നു. അപ്പം മോസ്റ്റ് ഹോളി എന്ന് വരേണ്ടടുത്ത് അവർ ഹോളി പ്ലേസ് എന്ന് മാത്രമേ ട്രാൻസ്ലേറ്റ് ചെയ്തുള്ളൂ എന്ന് നമുക്ക് ഒരു പക്ഷേ ചിന്തിക്കാമായിരുന്നു, എന്തില്ലായിരുന്നെങ്കിൽ. നോ, ഇൻ ദ ഹോളി പ്ലേസിന് ശേഷം എന്താണ് പറയുന്നത്, ദ കോർട്ട് ഓഫ് ദ ടാബർനാക്കിൾ എന്നുള്ളതാണ്. അപ്പം ദ കോർട്ട് ഓഫ് ദ ടാബർനാക്കിൾ എന്ന് പറയുമ്പോൾ തീർച്ചയായും ഒരു ട്രാൻസ്ലേഷൻ എറർ അല്ല. അങ്ങനെയാണെങ്കിൽ മോസ്റ്റ് എന്നുള്ള വാക്ക് അവിടെ മിസ്സിങ്ങുമാണ്. അതുപോലെ തന്നെ അവിടെ വേണ്ടാത്ത വാക്കുകൾ ആഡ് ചെയ്യുകയും ചെയ്തു. വേണ്ടാത്ത ഏതാണ് വാക്ക്, ദ കോർട്ട് ഓഫ് ദ ടാബർനാക്കിൾ എന്നുള്ളത്. സോ മോസ്റ്റ് ഹോളിയും കോർട്ടും ഒരേ ആശയമല്ല, ഒരേ സ്ഥലമല്ല. So Brother Russell suggests that it could be most holy, but Brother Anton Frey says that if it's the case, then that should be a translation mistake. Yeah, so we're coming to that. അപ്പം അങ്ങനെയാണെങ്കിൽ സംഖ്യാപുസ്തകം 18-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നിന്ന് വായിച്ചപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന കിങ് ജെയിംസ് വേർഷന്റെ ആ ഒരു റെൻഡറിങ്, ആ ഒരു ട്രാൻസ്ലേഷൻ നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ലേവ്യ പുസ്തകത്തിൽ നിന്നുള്ള വാക്യങ്ങളിൽ അവിടെ മോസ്റ്റ് എന്നുള്ള വാക്ക് അവര് ഡിലീറ്റ് ചെയ്തു, ഇല്ലാതെയാക്കി, അവര് ട്രാൻസ്ലേറ്റ് ചെയ്തില്ല എന്നുള്ള ഒരു കൺക്ലൂഷനെ നമുക്ക് വരാൻ പറ്റത്തുള്ളൂ. പക്ഷെ അതോടൊപ്പം അങ്ങനെ അവർ ഇൻക്ലൂഡ് ചെയ്യാതെ ഇരുന്നപ്പോൾ അതിനോടൊപ്പം തന്നെ അവർ അവിടെ ഇല്ലാത്ത ചില ആശയങ്ങൾ ആഡ് ചെയ്തു എന്നുള്ളത് കൂടെ നമ്മൾ ചിന്തിക്കേണ്ടി വരും. ഇവിടെ ഇംഗ്ലീഷിൽ പറയുന്നത്, to accept then the rendering of Numbers chapter 18 as it appears in KJV, we should have to assume that there has been a deletion of the word most from the 3 Leviticus texts, but also that there has been an interpolation of the clauses in the court of the tabernacle of the congregation. While this is possible, it does not seem quite so probable. അപ്പം ഇവിടെ രണ്ട് പോസിബിൾ കൺക്ലൂഷൻസ്, രണ്ട് പോസിബിൾ സൊല്യൂഷൻസ് ഇവിടെ ബ്രദർ ആന്റൺ ഫ്രൈ കൊടുക്കുന്നു. തീർച്ചയായിട്ടും നമുക്കിവിടെ ഈ 4 വാക്യങ്ങളിൽ ഒരു ഡിസ്ക്രിപ്പൻസി കാണാൻ സാധിക്കുന്നു, ഒരു ചേർച്ചയില്ലായ്മ. അപ്പം അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമുക്കിതിനെ റീസൺ ചെയ്യാൻ സാധിക്കുന്നത്? ഒന്നെങ്കിൽ മോസ്റ്റ് ഹോളി ആണ് കറക്റ്റ്, അല്ലെങ്കിൽ മോസ്റ്റ് ഹോളി അല്ല കറക്റ്റ്. അപ്പം ഇതിൽ ഏതിലും ഒന്നാണ്. മോസ്റ്റ് ഹോളി ആണ് കറക്റ്റ് എങ്കിൽ അവിടെ ആ മോസ്റ്റ് എന്നുള്ള വാക്ക് അവര് ആഡ് ചെയ്തില്ല ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ. ലേവിയർ 6-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലും അങ്ങനെ മോസ്റ്റ് എന്നുള്ള വാക്ക് ആഡ് ചെയ്തില്ല എന്നുള്ളതാണ് അവർ ചെയ്തെങ്കിൽ, ആഡ് ചെയ്തില്ല എന്നുള്ള മിസ്റ്റേക്കാണ് അവർ ചെയ്തെങ്കിൽ, അവര് അതോടൊപ്പം തന്നെ അവിടെ ഇല്ലാത്ത ചില കാര്യങ്ങൾ അവിടെ ആഡ് ചെയ്യുകയും കൂടെ ചെയ്തു. അവിടെ ഇല്ലാഞ്ഞത് എന്തായിരിക്കും? ഇൻ ദ കോർട്ട് എന്നുള്ളതാണ്. അപ്പം ബ്രദർ ആന്റൺ ഫ്രൈ പറയുന്നത് ഇതൊരു പോസിബിൾ കൺക്ലൂഷൻ ആണ്, പക്ഷേ
പ്രോബബിൾ ആയിരിക്കുന്നൊന്നല്ല. അപ്പം പിന്നെ എന്താണ് ഇവിടെ ആൻസർ? സെപ്റ്റുവജന്റ് നോക്കുമ്പോൾ അവിടെയും ഇതിന് നമുക്കൊരു ആൻസർ കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ അവിടെയും ഇതുപോലെ തന്നെ KJVയിലുള്ള പോലെ തന്നെയാണ് അവിടെയും കൊടുത്തിരിക്കുന്നത്, ഒരു വ്യത്യാസവുമില്ല. പക്ഷേ നമ്മൾ മറ്റ് ചില ട്രാൻസ്ലേഷൻസ്, ഏത് റോത്തർഹാം, സ്മിത്ത്, അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷൻ, അങ്ങനെ ചില ഈവൻ റിവൈസ്ഡ് കാത്തലിക് വേർഷൻ, ഇതൊക്കെയും നോക്കുമ്പോൾ അവിടെ സംഖ്യാപുസ്തകം 18-ാം അധ്യായം 10-ാം വാക്യത്തെ സംബന്ധിച്ച് അവിടെ കൊടുത്തിരിക്കുന്നത് റിഗാർഡ് അസ് മോസ്റ്റ് ഹോളി എന്നുള്ളതിനേക്കാളും ഇൻ ദ മോസ്റ്റ് ഹോളി എന്നതിന് പകരം കൊടുത്തിരിക്കുന്നത് റിഗാർഡ് അസ് മോസ്റ്റ് ഹോളി എന്നുള്ള ട്രാൻസ്ലേഷനാണ്. അതാണ് നേരത്തെ പറഞ്ഞു മലയാളത്തിൽ ശരിയായ ആശയമാണ് നമുക്ക് ലഭിക്കുന്നതെന്ന്. മലയാളത്തിൽ എന്താണ് പറയുന്നത്? അതിവിശുദ്ധ വസ്തുവായിട്ട് അത് ഭക്ഷിക്കണം. അതിനെ വസ്തുവിനെ അതിവിശുദ്ധമായി കണക്കിടണമെന്നാണ് പറയുന്നത്, അല്ലെ? അല്ലാതെ അത് ഭക്ഷിക്കുമ്പോൾ അത് അതിവിശുദ്ധത്തിൽ ചെന്ന് ഭക്ഷിക്കണമെന്നല്ല മലയാളത്തിൽ പറയുന്നത്. അപ്പം അതേ ആശയമായിരിക്കണം ഇംഗ്ലീഷിലും വരേണ്ടത് എന്നുള്ളതാണ് നമുക്കിവിടെ ഈ ട്രാൻസ്ലേഷൻസ് കാണുമ്പോൾ അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റോത്തർഹാം, അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷൻ അങ്ങനെയുള്ളതൊക്കെയും വായിക്കുമ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നത് റിഗാർഡ് അസ് മോസ്റ്റ് ഹോളി, ആ വസ്തുവിനെ റിഗാർഡ് അസ് മോസ്റ്റ് ഹോളി എന്നുള്ളതാണ് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ആശയം നമ്മൾ കണക്കിടുകയാണെങ്കിൽ, ഇങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ കോൺട്രഡിക്ഷൻസ് ഒക്കെയും നമുക്ക് മാറിക്കിട്ടും എന്നുള്ളതാണ്. അപ്പം പലവിധമായിരിക്കുന്ന ആശയങ്ങൾ നമുക്ക് പല റെഫറൻസുകൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻസ് നോക്കുമ്പോൾ കിട്ടുന്നത് കൊണ്ട് എങ്ങും ഒരു കൺസെൻസസ് ഇല്ലാത്തത് കൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? അതോടൊപ്പം തന്നെ നമുക്ക് ഒറിജിനൽ മാനുസ്ക്രിപ്റ്റിലേക്ക് നോക്കാനും പറ്റത്തില്ല. അങ്ങനെ ആയിരിക്കെ നമ്മൾ നമ്മുടെ തന്നെ കൺക്ലൂഷൻ ഇവിടെ ഉണ്ടാക്കണം. നമ്മുടെ തന്നെ കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ബ്രദർ ആന്റൺ ഫ്രൈ സജസ്റ്റ് ചെയ്യുന്നത് എന്താണ്? ഇവിടെ പറയുന്നത് എവിഡൻസിന്റെ ആ ഒരു തൂക്കം അത് ലെവരിക്കസ് ടെക്സ്റ്റ്, ലെവരിക്കസ് എങ്ങനെയാണോ അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് അതിനെ ഫേവർ ചെയ്യുന്നുവെങ്കിലും അതോടൊപ്പം തന്നെ നമ്മൾ ഒരു ടൈപ്പിനെ ആന്റൈ ടൈപ്പിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ശീലം തെറ്റായതുകൊണ്ടും ബ്രദർ ആന്റൺ ഫ്രൈ സജസ്റ്റ് ചെയ്യുന്നത് നമ്പേഴ്സ് 18-ൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കപ്പെടുന്ന ആ ഒരു ആശയമാണ് കൂടുതൽ അക്സെപ്റ്റബിൾ എന്നുള്ളത്. ഓൾസോ അത് ഈ പറഞ്ഞതുപോലെ ടൈപ്പിനെ ആന്റൈ ടൈപ്പിൽ നിന്നുണ്ടാക്കിയല്ല അവിടെ നമുക്ക് സാധ്യമാകുന്നത്. പക്ഷേ ആന്റൈ ടൈപ്പിന്റെ സിഗ്നിഫിക്കൻസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഇവിടെ കൺക്ലൂഡ് ചെയ്തത്? ഇവിടെ കൺക്ലൂഡ് ചെയ്ത ആശയം എന്ന് പറയുന്നത് ആ ഒരു പുരോഹിതനെ ഭക്ഷിക്കാനായി ലഭിക്കുന്ന ആ അംശത്തെ എങ്ങനെയാണ് അവർ കണക്കിടേണ്ടത്? അത് ഒരു വിശുദ്ധ വസ്തുവായിട്ട്, അതും അതിവിശുദ്ധ വസ്തുവായിട്ട് കണക്കിടണം എന്നുള്ളതാണ് നമ്മൾ സംഖ്യാപുസ്തകത്തിൽ വായിച്ചത്, അല്ലെ? അപ്പം അങ്ങനെയാണ് ഇവിടെ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനിയും
ഈ ബൈബിളിൽ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് എങ്ങും തന്നെയും ഇനിയും പുരോഹിതൻ എവിടെ വെച്ചാണ് ഇത് കഴിച്ചത് അതിന് നമുക്കിപ്പോഴും ഒരു ആൻസർ കിട്ടിയിട്ടില്ല അല്ലേ. എവിടെ കൊണ്ടുപോയാണ് ഇത് കഴിച്ചത്? വെൽ, അതിന് ഒരു തക്കതായിരിക്കുന്ന ഒരു ആൻസർ നമുക്ക് സ്ക്രിപ്ചറിൽ ഈ ബൈബിളിൽ നമുക്ക് വളരെ ഡെഫിനറ്റ് ആയിട്ടില്ലാത്തത് കൊണ്ട് ഏറ്റവും ലോജിക്കലായിരിക്കുന്ന ഒരു ആൻസർ എന്തായിരിക്കും? വെൽ, അവര് ഭക്ഷിക്കുന്ന ഈ ഭക്ഷണം അതിൻ്റെ ക്വാണ്ടിറ്റി നോക്കുമ്പോൾ, അതുപോലെ തന്നെ ഇവർ കഴിക്കുന്ന യാഗവസ്തു അതിൽ ചിലത് ഈ വിധത്തിൽ അവർ കഴിക്കുകയും ആ യാഗമൃഗത്തിൻ്റെ ബാക്കിയൊക്കെയും അവർ യാഗം കഴിക്കേണ്ട ആവശ്യമായിരിക്കുമ്പോഴൊക്കെയും ഇങ്ങനെ പല ഉപയോഗങ്ങൾ ഇതിനാൽ ഉള്ളതുകൊണ്ടും, അതുപോലെ തന്നെ ഒരു മൃഗത്തെ യാഗം കഴിക്കുമ്പോൾ അത് ഒരു മൃഗത്തെ യാഗം കഴിക്കുമ്പോൾ അതൊരു വലിയ ക്വാണ്ടിറ്റിയാണ് അല്ലേ, ആ ഒരു വസ്തു എന്ന് പറയുമ്പോൾ. ഇതൊക്കെയും കണക്കിടുമ്പോൾ ഇവിടെ പറയുന്നത് ഈ ഈറ്റിങ്ങും അതുപോലെ തന്നെ ബേണിങ്ങും ഇത് രണ്ടും കോർട്ടിലല്ല നടക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഈറ്റിംഗ് ആയിരിക്കെ അത് നടക്കുന്നത് എവിടെയായിരിക്കും എന്നുള്ളതാണ് സജസ്റ്റ് ചെയ്യുന്നത്. അത് പറയുന്നത് ഈ യാഗം കഴിക്കുന്ന വ്യക്തിയുടെ ടെൻറ്റിൽ, അവരുടെ തന്നെ സ്വന്തം ടെൻറ്റിൽ വെച്ചായിരിക്കും അവർ ഇതിനെ കഴിക്കുന്നത്. പിന്നെ ബേണിങ്ങോ അത് ക്യാമ്പിന് വെളിയിൽ, അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അപ്പം അങ്ങനെയാണ് ബ്രദർ ആന്റൺ ഫ്രൈ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഭക്ഷിക്കുന്നത് സ്വന്തം ടെൻറ്റ് എന്ന് പറയുമ്പോൾ അവർ ജീവിക്കുന്നത് ടെൻറ്റിലാണോ? അപ്പം അത് പാളയത്തിൽ, കോർട്ടിലല്ല, ക്യാമ്പിൽ. അപ്പം നമുക്ക് അതാണ് ഇവിടെ ആൻസറായി ലഭിക്കുന്നത്. അപ്പം രണ്ട് കാര്യമാണ് നമ്മളിവിടെ അവസാനമായി ചിന്തിച്ചത്. ഒന്ന്, ഇത് ഭക്ഷിക്കുന്നത് എവിടെയാണ്? അത് മിക്കവാറും ലോജിക്കലി ചിന്തിക്കുമ്പോൾ അത് ഈ യാഗം കഴിക്കുന്ന വ്യക്തിയുടെ തന്നെ ടെൻറ്റിലായിരിക്കും. ഇനിയും അത് കത്തിക്കേണ്ട അല്ലെങ്കിൽ എരിഞ്ഞു തീരേണ്ട ഭാഗം അത് തീർച്ചയായും നമുക്കറിയാം പാളയത്തിന് പുറത്താണെന്നുള്ളത്. ഇനിയും ഇത് സംഖ്യാപുസ്തകത്തിൽ നിന്നും ലേവ്യ പുസ്തകത്തിൽ നിന്നും ഈ ഭക്ഷിക്കുന്നതിനെ കുറിച്ച് വായിച്ചപ്പോൾ അവിടെ പറയുന്നത് ഇൻ ദ ഹോളി പ്ലേസ് അല്ലെങ്കിൽ ഇൻ ദ കോർട്ട് എന്നൊക്കെയും പറയുമ്പോൾ അവിടെ നമുക്ക് യഥാർത്ഥമായിരിക്കുന്ന ആശയം എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു വസ്തുവിനെ അതിവിശുദ്ധമായുള്ളതായി കരുതണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത്. അപ്പം ഇന്നത്തെ പാഠം അവിടെ നിർത്താം. ഈ ഒരു വിഷയം ഇവിടെ പൂർത്തീകരിക്കുന്നില്ല, മിക്കവാറും ഒരു ക്ലാസ് കൂടെ വേണ്ടി വരും അത് പൂർത്തീകരിക്കാൻ. അപ്പം ഇതിൻ്റെ തുടർച്ച അടുത്ത പ്രാവശ്യം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം.